എത്ര സമയം മാറ്റിക്കണം? 1 മണിക്കൂർ. ഓക്കെ. ഈ ഹൈ പ്രയോറിറ്റി ടാസ്കുകൾ, ഈ ടാസ്കുകൾ ഇത്രയും തീർക്കാൻ കഴിയുമോ? കാരണം 1 മണിക്കൂർ കൂടെ പോയി, കഴിയില്ല. ശരി, ഇതിൽ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റാവുന്ന എന്താണ്? പോസ്റ്റ്പോൺ ചെയ്യാവുന്ന ഇത്. ഓക്കെ. ബാക്കിയുള്ള ടാസ്കുകൾ തീർക്കാൻ പറ്റും. അതിന് എത്ര അവേഴ്സ്? ഒരു 3 hours. അത് ചെയ്യുക. ഈ ഇൻസ്ട്രക്ഷൻസ് രാജിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സ് കഴിഞ്ഞാൽ പിന്നെ രാജ് ചിന്തിക്കുന്നില്ല, ഇന്നത്തേക്കുള്ള സെറ്റാണ്. ആ സാധാരണ ഡയറി ഒബേ ചെയ്യുക എന്നുള്ളതാണ്. അതാ, മനസ്സിലായില്ലേ? ആ ഡയറി നമ്മൾ ഒബേ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് നമുക്ക് കയറി വരും. ആ കയറി വരുന്നതിന് നമ്മൾ 2-3 മണിക്കൂർ എക്സ്ട്രാ നമ്മൾ ഫ്രീ ആയിട്ട് ഇടണം. അത് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ടാസ്ക് അഡീഷണൽ എടുത്തിട്ട് നമുക്ക് പമ്പും ചെയ്യാം. അപ്പോഴും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ഈ കുറച്ച് ടാസ്കുകളും അതുപോലെ തന്നെ ചെറിയ ടാസ്കുകളും നമ്മൾ തീർത്തു. നമ്മളുടെ ലക്ഷ്യം നമ്മൾ അച്ചീവ് ചെയ്തു. ബാക്കിയെല്ലാം ഓവർ അച്ചീവ്മെൻ്റ്. അപ്പോൾ ഫ്രീ ടൈം കിട്ടുന്നത് നമുക്ക് വേറെ കാര്യങ്ങൾ തിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലോട്ട് കൊടുക്കാൻ പറ്റും. അതല്ല, എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രീ അവേഴ്സിൽ ചെയ്യാന്നുള്ളതാണ്. ഇങ്ങനൊരു സിസ്റ്റമാറ്റിക് വേ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എന്നിട്ടും ഗ്രോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അപ്രോച്ചിൽ തെറ്റുണ്ടെന്ന് അർത്ഥം. നമ്മൾ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന ചില ടാസ്കുകൾ എന്തൊക്കെയോ തെറ്റുകളുണ്ട്. വീണ്ടും നമ്മൾ അതിൽ കറക്റ്റ് ചെയ്യാൻ ഇരിക്കുക. ഡെയിലി ഇരിക്കേണ്ട കേസാണത്. ഇപ്പം ഞാൻ എന്നോട് സംസാരിച്ചിട്ടാണ് എൻ്റെ ഡയറി ഞാൻ ഫില്ല് ചെയ്യുന്നത്. അതെ, നമ്മളെ ടാസ്കുകൾ ഒരുപാടുണ്ട്, പെൻഡിങ് ഉണ്ട് ഒരുപാട്. പക്ഷേ അത് ഈതർ ലോ പ്രയോറിറ്റി അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റാവുന്ന നമ്മളെ തന്നെ ഒരു അപ്പുറത്തിരുത്തി സംസാരിക്കുമ്പോൾ, ഈ ഒരു ടൂൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ? അതായത് ഇവിടെ ഒരു ചോദ്യം ചെയ്യലാണോ അതോ ഒപ്പീനിയൻസ് എടുക്കാറാണോ? ഞാൻ ആ ഒരു ലെവലിലോട്ടൊക്കെ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എപ്പോഴും ഫേസ് ചെയ്യുമ്പോൾ ഞാനൊരു ചോദ്യം ഇത് തന്നെയാണ് രാജ്യം ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴേക്ക് ഒബ്ജക്ഷനാണ് മൈൻഡിൽ വരുന്നത്. ഈ കടന്ന് കിട്ടണം. ഒബ്ജക്ഷൻസ് അല്ല, ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ചോദിച്ച് റെസ്പോൺസ് കൊടുക്കുന്ന രീതിയിലോട്ട് നമ്മൾ എത്തിയതിന് ശേഷമാണ് ഈ പ്രോബ്ലംസ് ഞാൻ ആ ഘട്ടത്തിലെത്തിയിട്ട്. അല്ല, ഇതിപ്പോൾ നമ്മൾ ആരെങ്കിലും കേൾക്കുമ്പോൾ ഇങ്ങനൊരു ഇത് ടൂൾ ഉപയോഗിക്കുമ്പോഴേ അവർക്ക് ആ ബെനിഫിറ്റ് പെട്ടെന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. ഞാൻ അതിലേക്ക് തന്നെ വന്നത്. കാരണം അവർ ഒന്ന് ഇരിക്കുന്നു, അപ്പോൾ ഇതാണ് കിട്ടുന്നത്. ഇതല്ല കിട്ടുന്നത്. ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനമേ അല്ല. പക്ഷെ വീണ്ടും നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മെല്ലെ ആ പൊസിഷനിലേക്ക് ഉയർന്നു വരാൻ പറ്റും. ഹനീഫിക്ക, നേരത്തെ ഞാൻ ചോദിച്ചു ക്വാളിറ്റി എന്താണ്, നിങ്ങളെ ക്വാളിറ്റി കൊണ്ട് എന്താണ് ഉദ്ദേശം? അതുപോലെ തന്നെയാണ് വിൻ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ഗോള് സെറ്റ് ചെയ്ത് അച്ചീവ് ചെയ്യുമ്പോഴാണ് വിന്നിങ് ആവുന്നത്. നമ്മളൊരു അച്ചീവബിൾ ഗോൾ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ടാണത്. നമ്മളൊരു ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ട്, അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾ. അത് അച്ചീവ് ചെയ്യുമ്പം നമ്മൾ വിന്നേഴ്സ് മൈൻഡ് സെറ്റിലോട്ട് പോവുകയാണ്. വിന്നേഴ്സ് മൈൻഡിൽ ശീലിച്ച ഒരാൾക്ക് തോൽക്കാൻ സാധിക്കില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ മറ്റു വശങ്ങളാണത്, ഇൻഡയറക്റ്റ് ബെനിഫിറ്റ്സ് ആണത്. എന്തിനിത് ചെയ്യണം, അതുകൊണ്ട് എന്താ മെച്ചം, എനിക്കിതൊക്കെ അറിയാവുന്നതാണല്ലോ. അവിടെ ഈ വിന്നിങ് ഗോൾ സെറ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? എല്ലാ ടാസ്കുകളും പരമാവധി എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ 20 ടാസ്കുണ്ട്, 18 ടാസ്കും തീർന്നു, 2 തീർന്നിട്ടില്ല. അപ്പോഴും നമ്മൾ 18 തീർന്നു എന്നല്ല നമ്മൾ ചിന്തിക്കുക, 2 തീർന്നില്ലല്ലോ. ലൂസേഴ്സ് മൈൻഡ് സെറ്റാണത്. നമ്മുടെ മൈൻഡ് സെറ്റ് ലൂസിങ്ങിലോട്ട് പോകും. നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മളുടെ ഉള്ളിൽ വിന്നിങ് മൈൻഡ് സെറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ടാസ്കുകളൊന്നും നമ്മൾ എഴുതും. നമുക്ക് വ്യക്തമായ അവയർനെസ് ഉണ്ട്. ഇത്രയും ടാസ്ക് എനിക്ക് പെൻഡിങ് ആണ്. നമ്മൾ അതിൽ നോക്കിയിട്ടാണ് പിന്നെ ചെയ്യുന്നത്, ഇതിലേതാ പ്രയോറിറ്റി. അത് വെൽ ലിസ്റ്റഡ് ആണ്. എത്ര പേര് എത്ര ഓണേഴ്സ് ചെയ്യുന്നുണ്ട് എൻ്റെ ടാസ്കുകൾ, ഞാനിവിടെ എന്തൊക്കെ ടാസ്കുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ വിരളമായിട്ടുള്ള ആളുകളാണ്. അവിടെയാണ് പേന എടുക്കുന്നതും പേപ്പർ എടുക്കുന്നതും ഒക്കെ നമ്മളന്ന് സ്കൂളിൽ നിർത്തിയ ആളുകളാണ്. സ്കൂളിന് ശേഷം പേനയോ പെന്നോ എടുത്തിട്ടുണ്ടാവാൻ വഴിയില്ല. ഇന്നിപ്പോൾ എത്രയോ കാലങ്ങൾ മാറിയിട്ടോ. ഇപ്പോഴൊക്കെ നമുക്ക് ടാബ് മതി, ആ ടാബിൽ എഴുതാവുന്ന പെന്നുകളുണ്ട്. നമ്മളെ കൂടെ ഒരു ലൈബ്രറി ഒപ്പം കൊണ്ടു നടക്കാം. പണ്ടൊക്കെ ലൈബ്രറിയിൽ ഒരു പുസ്തകം കിട്ടണമെങ്കിൽ നമുക്ക് അവിടെ പോകണം, അത് കൊണ്ടുവരണം, തിരിച്ചു കൊടുക്കണം. ഇന്നിപ്പോൾ നമുക്ക് റിമൈൻഡേഴ്സ് സെറ്റ് ചെയ്യാം, റൂട്ടീൻ ടാസ്കുകൾ ഉണ്ടാക്കി. ഇപ്പോൾ എവറി ഡേ അക്കൗണ്ട്സ് നോക്കണം, രാത്രി ആകുമ്പോൾ എല്ലാം ടാലി ചെയ്തിട്ട് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം എന്നുള്ളത് നമ്മുടെ ടാസ്ക് ആണെങ്കിൽ നമുക്ക് റിമൈൻഡർ സെറ്റ് ചെയ്യാം. എല്ലാ ദിവസവും 7:30 മണിക്ക് എൻ്റെ സൗദി ടീം അവർ ട്രാക്കിൽ കയറുന്നവരെ ഞാൻ അവർക്ക് റിവ്യൂ സിസ്റ്റം വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് 10 മിനിറ്റ്. ആദ്യം ഞങ്ങൾ തുടങ്ങുമ്പോഴൊക്കെ 1 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 1 month ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ കുറച്ച് കൊണ്ടുവരും, ഒരു 15 മിനിറ്റ്. ഇന്നിപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റേ ഉള്ളൂ. അതാ 7:30 മണിയാകുമ്പോൾ 7:20 അലാം അടിച്ചു, യെസ് മീറ്റിംഗ് ഉണ്ട്. 7:28 ഗെറ്റ് റെഡി, അടുത്ത അലാം. ഒരു ബുദ്ധിമുട്ടും ഇല്ല നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ. ആ 7:30 മണിക്ക് ഞാൻ വേറൊരു മീറ്റിംഗ് അപ്പോയിൻമെൻറ്റോ കൊടുക്കില്ല. കാരണം അത് ശീലമായി, എൻ്റെ ടീമിനും ശീലമായി. മനസ്സിലായില്ലേ? അപ്പോൾ
ഇത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കേണ്ട ഇത് കാര്യങ്ങളാണ്. തന്നെയാണ്. ഓട്ടോമേറ്റഡ് നമ്മള് ടൂൾസ് നമ്മൾ യൂസ് നമ്മൾ ചെയ്യുന്നതാണ്. ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡിനകത്താണ്. അതെ. അതിന് ചെയ്യാവുന്ന ഒരുപാട് ടൂൾസുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതിലൊരു ടൂൾസാണ് രാജ് സാർ പറഞ്ഞത്. അതെ. ഇങ്ങനെ നേരിട്ട് ഇതുപോലെ മിറർ ടോക്കിംഗ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലൂടെ നമ്മൾ നമ്മളെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആദ്യം ഒരു പേപ്പറിൽ വരച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങേണ്ടത്.